ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് കടലയും പയറും? അതാണ് വലിയൊരു ചോദ്യം. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഐറ്റം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ കുന്നുകൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മലബാർ ഏരിയയിലുള്ള ആളുകളാണ് ഈ ഒരു കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലുള്ള ആളുകളാണ് അത് പറയുന്നത്. എൻ്റെ ജില്ലയിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് കമന്റുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനൊരു കാരണം ഞാൻ പറയാം. ഈ കടല, പയർ ഇതുപോലെ ഒരു സാധനം വേറെ ഇല്ല. ഇതുപോലെ കൂടുതൽ സമയം സൂക്ഷിക്കാൻ കഴിയുന്നതും എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതും ആയ ഒരു കൂട്ടുകറിയായിട്ട് ഭക്ഷ്യ വസ്തുവാണ് കടലയും പയറും. അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വിതരണത്തിൽ കടലക്കും പയറിനും ഇത്രയും പ്രാധാന്യം ഉണ്ടായത്. പല ആളുകൾക്കും അത് വലിയ ആശ്വാസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ വലിയ ആശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ദാരിദ്ര്യം വളരെയധികം കുറവുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷ്യ വിഹിതങ്ങൾ വളരെയധികം സമൃദ്ധമായിട്ട് ലഭിക്കുന്നു. അതായത് പരസഹായങ്ങൾ കൂടുതലാണ്. അയൽവാസികൾ പരസ്പരം കൂടുതലായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷ്യ ഉൽപ്പന്നം 90% മലബാറുകാരുടെ വീട്ടിലും ദിവസവും മത്സ്യമോ മാംസമോ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ കടല പയർ എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു അലർജി തോന്നുന്നത്. കടല പയർ എന്തിനാണ് ഇത്ര അധികം നൽകുന്നത് എന്നാണ്. അപ്പം അത്തരം ആളുകളുടെ വീട്ടില് ഈ കടല പയർ ഉച്ചഭക്ഷണത്തിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണകറിയായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ സംസ്ഥാനത്തിന്റെ 89 ലക്ഷം വരുന്ന റേഷൻ ഉപഭോക്താക്കൾ അങ്ങനെയല്ല. പല ആളുകൾക്കും ഇതുകൊണ്ട് വലിയ ആശ്വാസമുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ഒരുപാട് ആളുകൾ സംസ്ഥാനത്തുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു കടല പയർ എന്ന് പറയുന്നത് വലിയ ഒരു നിധി കിട്ടിയ പോലെയാണ്. അപ്പം അതുകൊണ്ടാണ് കടല പയർ വിതരണം ചെയ്യുന്നത്. അതുപോലെ വിതരണം ചെയ്യാൻ പറ്റിയ ഡ്രൈ ആയിട്ട് ഇരുന്ന് കേടുവരാതെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനം വിതരണം ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട്, മറ്റൊരു ഭക്ഷ്യവസ്തു വിതരണം ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കടല പയർ സിവിൽ സപ്ലൈസ് വകുപ്പ് വിതരണം ചെയ്യുന്നത്. മത്സ്യമോ മാംസമോ അല്ലെങ്കിൽ പച്ചക്കറിയോ നമുക്ക് റേഷൻ കട വഴി ഇതുപോലെ വിതരണം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് കടല പയർ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്കിലും ഈ ഒരു കടലയും പയറും നിർത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം അത് നിങ്ങൾ ഒഴിവാക്കണം. ഇതിന്റെ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ഇതിന്റെ ഒരു വാസ്തവം നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.